നിങ്ങളുടെ മൂക്ക് ആരെങ്കിലും പെട്ടെന്ന് മുറിച്ചുകളഞ്ഞാൽ എന്തു ചെയ്യും? കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നുണ്ടാകാം അല്ലേ? ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് സർജറിയുണ്ട്, അത്യാധുനിക ഹോസ്പിറ്റലുകളുണ്ട്. എന്നാൽ 2600 വർഷങ്ങൾക്ക് മുമ്പ് അനസ്തേഷ്യയോ ആധുനിക സജ്ജീകരണങ്ങളോ ഇല്ലാത്ത കാലത്ത് മുറിഞ്ഞുപോയ ഒരു മൂക്ക് മറ്റൊരാൾ തുന്നിച്ചേർത്തു എന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വെറുമൊരു കഥയല്ല, ആധുനിക വൈദ്യശാസ്ത്രം പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ചരിത്രമാണ്. ലോകമിന്ന് ഫാദർ ഓഫ് സർജറി എന്ന് വിളിക്കുന്ന സുശ്രുതൻ എന്ന ഇന്ത്യൻ മഹർഷിയാണ് ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തിയത്. ഇന്ന് പ്ലാസ്റ്റിക് സർജറി എന്നത് സൗന്ദര്യവർദ്ധക ചികിത്സയായി മാറിയെങ്കിലും പണ്ട് ഇതിന്റെ ലക്ഷ്യം അതായിരുന്നില്ല. യുദ്ധക്കളത്തിൽ പരിക്കേൽക്കുന്നവർക്കും ശിക്ഷയുടെ ഭാഗമായി മൂക്ക് മുറിക്കപ്പെട്ടവർക്കും ഒരു പുതിയ ജീവിതം നൽകാനാണ് ഈ വിദ്യ ഉപയോഗിച്ചിരുന്നത്. ആധുനിക ഉപകരണങ്ങളോ മൈക്രോസ്കോപ്പോ ഇല്ലാത്ത ആ കാലത്ത് സുശ്രുതൻ ഉപയോഗിച്ച വിദ്യകൾ ഇന്നും ആധുനിക ഡോക്ടർമാരെ അമ്പരപ്പിക്കുകയാണ്. ഗംഗാനദിയുടെ തീരത്ത് ജീവിച്ചിരുന്ന അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് ശസ്ത്രക്രിയ പഠിപ്പിക്കാൻ കണ്ടെത്തിയ വഴികൾ വളരെ വ്യത്യസ്തമായിരുന്നു. തണ്ണിമത്തങ്ങയിലും വെള്ളരിക്കയിലുമൊക്കെയാണ് അദ്ദേഹം ശിഷ്യന്മാരെക്കൊണ്ട് മുറിവുകൾ തുന്നാൻ പരിശീലിപ്പിച്ചിരുന്നത്. ഒരു ദിവസം അർദ്ധരാത്രിയിൽ മൂക്ക് മുറിക്കപ്പെട്ടൊരാൾ സുശ്രുതന്റെ വാതിലിൽ മുട്ടി. ആ മനുഷ്യനെ അകത്തിരുത്തി സുശ്രുതൻ തന്റെ ശസ്ത്രക്രിയ ആരംഭിച്ചു. ആദ്യം മുറിഞ്ഞ ഭാഗത്തിന്റെ അളവ് ഒരു ഇല ഉപയോഗിച്ച് അദ്ദേഹം അളന്നെടുത്തു. പിന്നീട് ആ മനുഷ്യന്റെ കവിളിൽ നിന്നോ നെറ്റിയിൽ നിന്നോ ഒരു കഷ്ണം തൊലി അദ്ദേഹം വേർതിരിച്ചെടുത്തു. രക്തയോട്ടം നിലനിൽക്കാൻ വേണ്ടി ആ തൊലി ശരീരവുമായി ബന്ധിപ്പിച്ചുതന്നെ നിർത്തിയ അദ്ദേഹം അത് മൂക്കിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് തുന്നിച്ചേർത്തു. മുറിവുടങ്ങാൻ ഔഷധക്കൂട്ടുകളും ചന്ദനപ്പൊടിയും ഉപയോഗിച്ചു. ശ്വസിക്കാനായി ചെറിയ കുഴലുകളും വെച്ചുകൊടുത്തു. ഇന്ന് ലോകത്തെമ്പാടും പ്ലാസ്റ്റിക് സർജന്മാർ ഉപയോഗിക്കുന്ന പെഡിക്കിൾ ഫ്ലാപ്പ് സർജറിയുടെ ആദ്യ രൂപമായിരുന്നു ഇത്. തന്റെ അറിവുകളെല്ലാം സുശ്രുതൻ സുശ്രുത സംഹിത എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. 150ലധികം ശസ്ത്രക്രിയ ഉപകരണങ്ങളെക്കുറിച്ചും തിമിര ശസ്ത്രക്രിയയെക്കുറിച്ചും അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അറബ് വ്യാപാരികളിലൂടെയാണ് ഈ അറിവുകൾ ലോകമെമ്പാടും പ്രചരിച്ചത്. 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഡോക്ടർമാർ ഇന്ത്യയിലെത്തി ഈ വിദ്യകൾ പഠിച്ചപ്പോഴാണ് പാശ്ചാത്യലോകം പ്ലാസ്റ്റിക് സർജറിയുടെ മഹത്തായ സാധ്യതകൾ തിരിച്ചറിഞ്ഞത്. ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ശസ്ത്രക്രിയ എന്ന ഈ ശാസ്ത്രം. നിങ്ങൾ സുശ്രുതനെപ്പറ്റി ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.